ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുമ്പ് കമ്പോസ്റ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന്റെ ഗ്രോത്ത്, അതായത് അതിന്റെ പ്രോഗ്രസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 ദിവസം ആയിട്ടുണ്ടാവും. ഈ രൂപത്തിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇതിൽ നമുക്ക് ഇളക്കുമ്പോൾ നമുക്ക് ഇതിൽ ബ്ലാക്ക് സോൾജേഴ്സിന്റെ ലാർവകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അവരാണ് ഈ കമ്പോസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇവിടെ നമുക്ക് ലാർവകളെ കാണാൻ പറ്റും. ഈ ലാർവകളാണ് ഇതിനുള്ളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒരു 10-20 ദിവസം കൂടി വെക്കുകയാണെങ്കിൽ നല്ല കറുത്ത പൊടിയായിട്ട് ഇത് മാറും. ഇതിലിപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള അവശിഷ്ടങ്ങൾ പലതും നമുക്ക് ഇതിലിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഇതെല്ലാം പൊടിയായി കറുത്ത പൊടിയായി മാറിയതിന് ശേഷമാണ് നമ്മളിത് നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നമ്മളിത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാന്ത്രിക മരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു നെറ്റിന്റെ മുകളിലായിക്കൊണ്ട് നമ്മുടെ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറാണിത്. ബാത്ത് സ്ക്രബ്ബർ എന്ന് പറയും. നമ്മൾ ചേരിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതെന്തിനാണ് ഇതിവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലാക്ക് സോൾജർ ഈച്ചകൾ വന്നിട്ട് ഇതിന്റെ മുകളിൽ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. ആ മുട്ട വിരിയുന്ന സമയത്ത് ഒരുപാട് ബ്ലാക്ക് സോൾജേഴ്സ് ലാർവകളെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നേരെ ഇതിലേക്ക് തന്നെ വീഴുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വീഴുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലാർവകളെ ഇതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ലാർവകളെ എടുത്തിട്ട് നമുക്ക് കോഴികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ മത്സ്യത്തിന് നമുക്കിത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നിറഞ്ഞതിന് ശേഷം നമ്മൾ പുതിയൊരു ടബ് കൂടി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പം ഒരുപാട് മാലിന്യങ്ങൾ, നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ ഇതിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചകിരിച്ചോറ് വിതറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പുതിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇനിയും ഒരുപാട് മാലിന്യങ്ങൾ ഇതിലും നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും. പക്ഷേ ഇത് നമ്മളൊരു വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഇത്രയും ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ഇനിയും നമുക്കിതിൽ ഇടാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിന് വേണ്ടിയിട്ടുള്ള മാന്ത്രിക മരുന്ന്. ഇതെല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വേറെ ഒരു ചിലവും ഇല്ല. നമ്മുടെ പൂന്തോട്ടമായി കഴിഞ്ഞാലും പച്ചക്കറി തോട്ടമായി കഴിഞ്ഞാലും അതിനൊന്നും നമ്മൾ വില കൊടുത്തുകൊണ്ട് പുറത്ത് നിന്ന് വളങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.